ആകാശവാണി. ഒടുവിൽ ഒരു തീരം. നാടകം. രചന സംവിധാനം ഖാൻകാവിൽ. പങ്കെടുക്കുന്നവർ പുഷ്പ, KR ഇന്ദിര, V ചന്ദ്രബാബു, KV പ്രഭാകരൻ, ഖാൻകാവിൽ. ശ്യാം സീരിയസ്. സ്റ്റാർട്ട് ഇമീഡിയറ്റ്ലി. ആശുപത്രിയിൽ നിന്നും ശ്യാമിനെ കുറിച്ച് കിട്ടുന്ന അവസാന വിവരമായിരിക്കാം ഇത്. ഇനിയും എനിക്ക് പോകാതിരിക്കാൻ കഴിയുമോ? ആശുപത്രിയിൽ നിന്നും ശ്യാം എഴുതിയ കത്തുകൾ പലതും പൊട്ടിക്കാതെ കിടക്കുന്നു. നീണ്ട 2 വർഷത്തെ അകൽച്ചയ്ക്ക് ശേഷം കിട്ടിയ ശ്യാമിന്റെ ആദ്യത്തെ കത്ത്. നവംബർ 12. വിമലെ, നീണ്ട മൗനത്തിനു ശേഷം നിന്റെ ചില്ലുമേടയിലേക്ക് കല്ലെറിയുകയാണ്. ആ ചില്ലുപാളികൾ പൊട്ടിപ്പൊളിഞ്ഞുണ്ടാകുന്ന രൂപം ഒരു ചിലന്തി വലയുടെ ചിത്രം കൈക്കൊണ്ടിരിക്കും. ഇതെഴുതുമ്പോൾ ആ ചിലന്തി വലയുടെ പശ്ചാത്തലത്തിൽ ഒരു കൊളാഷ് പോലെ നിന്റെ രൂപം എനിക്ക് കാണാം. ആശുപത്രിയിൽ നിന്നാണ് ഇത് കുറിക്കുന്നത്. മരണമെന്ന കറുത്ത പക്ഷി എന്റെ ജനനടികളിൽ ചിറകിട്ടടിക്കുന്നു. എന്നാണെന്നറിയില്ല. എല്ലാം മറന്ന് വിമല വരൂ. എനിക്ക് നിന്നെ കാണണം. നിന്റെ ആശ്വാസവചനങ്ങൾ, സ്നേഹത്തിന്റെ മൃദുലമായ തൂവൽ കൊണ്ടുള്ള തലോടൽ, അതുമാത്രം മതി എനിക്ക്. ആശുപത്രിയിലായ വിവരം അറിയുമെന്ന് കരുതി സമാധാനിക്കുകയായിരുന്നു ഇതുവരെ. അതറിയുമെങ്കിൽ നീ ഓടിയെത്തും എന്ന് വെറുതെ ഉറപ്പിക്കുകയായിരുന്നു മനസ്സിൽ. പക്ഷേ എന്റെ എഴുത്തുകൾക്ക് മറുപടിയായ നിന്റെ മൗനം പറഞ്ഞു, ഇപ്പോഴും നീ എന്നെ വെറുക്കുന്നെന്ന്. വരൂ വിമലെ, ഒരിക്കൽ മാത്രം ഈ ആശുപത്രി വാർഡിൽ എന്നെ അല്പനേരത്തേക്കെങ്കിലും നമ്മുടെ ആ നല്ല നാളുകളിലേക്ക് കൊണ്ടുപോകൂ. അന്ന് ഞാൻ പോയിരുന്നെങ്കിൽ പൊട്ടിയ കണ്ണികൾ കൂട്ടിയിണക്കാമായിരുന്നു. എനിക്കെങ്ങനെ ഇത്രമാത്രം ക്രൂരയാകാൻ കഴിഞ്ഞു? സത്യത്തിൽ ശ്യാമിന്റെ മരണവാർത്തയ്ക്ക് ഞാൻ കാതോർക്കുകയായിരുന്നില്ലേ? അല്ലെങ്കിൽ ശ്യാമിന്റെ അവസാനത്തെ എഴുത്തിന്റെ പ്രതികരണമായി ഞാനൊരു വാക്കെങ്കിലും കുറിക്കേണ്ടതായിരുന്നില്ലേ? ഒക്ടോബർ 8. വിമലെ, ശല്യം അക്ഷരങ്ങളായി വീണ്ടും വരുന്നു. ക്ഷമിക്കൂ. ഒരുപക്ഷേ ഇത് അവസാനത്തെ എഴുത്താവും. അന്ന് വരുമെന്ന് കരുതിയിരുന്നു, കണ്ടില്ല. മെഡിക്കൽ സയൻസിന് ഇനി ജീവിതത്തിൽ പ്രതീക്ഷയുടെ വിത്തുകൾ പാകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആശുപത്രി കിടക്കയിൽ എന്റെ കൂട്ടായ ഡയറി താളുകളിൽ ഞാൻ എന്നും കുറിച്ചിടുന്നത് മരണത്തിന് സ്വാഗതം എന്ന് മാത്രമാണ്. എന്റെ കിടക്കയ്ക്ക് തൊട്ടടുത്തുള്ള രോഗി ഇന്നലെ മരിച്ചു. ഞാൻ എന്തൊക്കെയോ എഴുതുന്നു. ഒരിക്കലൂടെ ഞാൻ കൊതിക്കുകയാണ് വിമലെ. നീ വന്നിരുന്നെങ്കിൽ, ഒന്ന് വന്നിരുന്നെങ്കിൽ. അവസാനമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കൂ. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, വാർഡ് നമ്പർ 14. അന്നും പോയില്ല. ഒരു പെണ്ണിന് ഇത്രമാത്രം ക്രൂരയാകാൻ എങ്ങനെ കഴിയും? ഞാനാണ് തെറ്റുകാരി. അല്ലെങ്കിൽ ദേവനും എഴുതിയിരുന്നത് അതുതന്നെയല്ലേ, ശ്യാമിലേക്ക് തിരിച്ചു പോവാൻ? വിമലെ, ജീവിതം നീ പ്രതീക്ഷിക്കുന്നതിലേറെ വിലയുള്ളതാണ്. വാശിക്കും പ്രതികാരത്തിനുമായി സമയം കളയുമ്പോൾ ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളാണ് നഷ്ടമാവുന്നത്. ആശുപത്രി കിടക്കയിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുകയാണ് ശ്യാം. നീ ഒന്ന് മുഖം കൊടുക്കൂ. അയാൾ നിനക്കൊരു ശല്യമായി അധികകാലം ഉണ്ടാവില്ല. നീട്ടുന്നില്ല. ഒന്ന് മാത്രം പോകൂ. ശ്യാമിനെ കാണൂ. അയാൾക്ക് അല്പ സ്നേഹം കൊടുക്കൂ. ദേവൻ. ഹലോ. ഹലോ. വിമലയല്ലേ? അതെ. ഇത് ആശുപത്രി. ഹലോ. യെസ്. ശ്യാം അത്യാസന്ന നിലയിലാണ്. ഒന്ന് ഉടനെ വരണം. ശ്യാം, ഞാൻ വരികയാണ്. ക്ഷമിക്കൂ. ചെകുത്താന്റെ ക്രൂരതയോടെ വെറുത്തതിന് ദേവതയുടെ മനസ്സുമായി ഞാൻ തിരിച്ചു വരുന്നു. സ്നേഹിക്കാൻ. സിസ്റ്റർ, വാർഡ് നമ്പർ 14. ഇത് തന്നെ. ശ്യാമൻ എങ്ങനെയുണ്ട്? ശ്യാം പ്രസാദ്. അതെ. വിമല എന്നല്ലേ പേര്? അതെ. ശ്യാം അല്പം മുമ്പ് മരിച്ചു. അവസാന നിമിഷവും നിങ്ങളെ ചോദിച്ചിരുന്നു. അതാ കീഴെ ആംബുലൻസ് നീങ്ങുന്നു.
ശ്യാമിന്റെ ഡെഡ് ബോഡി. ടാക്സി ടാക്സി അതാ അതാ ആ ആംബുലൻസിന്റെ പിന്നിൽ വിട്ടോളൂ. വേഗം വേണം, വേഗം. നാശം, റെയിൽവേ ഗേറ്റ് അടഞ്ഞല്ലോ. ഓ, ഇനി തുറക്കുമ്പോഴേക്കും ആംബുലൻസ് പോയി കഴിയുമല്ലോ. സാരമില്ല, എനിക്കും ശ്യാമിനുമിടയിൽ എന്നോ അടഞ്ഞിരിക്കുന്നു ലെവൽ ക്രോസ്. കാരണം ഞാൻ തന്നെ ആയിരുന്നു. ഒരുപക്ഷെ ദേവന് ശ്യാമിന് പരിചയപ്പെടുത്തിയ അന്നു മുതൽ അതടയാൻ തുടങ്ങിയിരിക്കണം. ശ്യാം, ഇത് ദേവൻ. ഹലോ ദേവൻ. ഹലോ. ഇവളെപ്പോഴും പറയാറുണ്ട്, കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. അറിഞ്ഞില്ലേ, പാരീസിലെ ആർട്ട് എക്സിബിഷനിൽ ദേവന്റെ എൻട്രിക്ക് സെലക്ഷൻ. ഗുഡ്. മാത്രോ ഈ വർഷത്തെ അക്കാദമി അവാർഡ് ദേവന്റെ പെയിന്റിംഗിനാ. വെരി ഗുഡ്, അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങൾ മുഴുവൻ വിമലയെ ഏൽപ്പിച്ചാൽ മതി. അതെന്താ? ആ പെയിന്റിംഗിന്റെ എല്ലാ പ്രചോദനവും പ്രോത്സാഹനവും വിമലയായിരുന്നു. ഓഹോ. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. ആദ്യമായി വീട്ടിൽ വന്നല്ലേ, ഒരു ചായ പോലും കുടിക്കാതെ പോയാലോ? ഓ, വലിയ ചിത്രകാരനല്ലേ, അപ്പോ ഈ പാവങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ചായ കഴിക്കോ? ചായ പിന്നെ ആവാലോ, ഇപ്പൊ പോകാം, പിന്നെ കാണാം. എങ്കിൽ ശരി, യാത്രാമംഗളങ്ങൾ. പിന്നീട് ഞങ്ങൾ ഒന്നിക്കുന്ന ഒഴിവു സമയങ്ങളിൽ അത്രയും ദേവനെ കുറിച്ചേ എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. മനഃപൂർവ്വമായിരുന്നില്ലെങ്കിലും. നോക്കൂ, ദേവൻ ചിത്രകലയുടെ മർമ്മം തൊട്ടറിഞ്ഞ കലാകാരനാണ്. പുതിയ സങ്കേതങ്ങളെ സ്വന്തം ചിത്രങ്ങളിൽ പരീക്ഷിച്ച് ഇത്രയേറെ വിജയം വരിച്ച ഒരു ചിത്രകാരൻ വേറില്ല. ആത്മാവിന്റെ പ്രതിഫലനമാണ് ചിത്രരചന. ചിത്രകാരൻ. ചിത്രത്തെക്കുറിച്ചും ദേവനെക്കുറിച്ചും അല്ലാതെ നിനക്കൊന്നും പറയാനില്ലേ? എനിക്കും കൂടി താല്പര്യമുള്ള വല്ല കാര്യത്തെക്കുറിച്ചും സംസാരിക്കും. ഓഫീസ് മുറിയിൽ ഉണ്ടാകുന്ന വില കുറഞ്ഞ തമാശകൾ എന്റെ മുമ്പിൽ ആവർത്തിക്കുമ്പോഴേ നിങ്ങൾക്കും ഉണ്ടാകേണ്ടിയിരുന്നു ഈ ബോധം. ഓഹോ, പ്രതികാരമാണോ? അല്ല. പിന്നെ വാശി? അതുമല്ല, വെറുതെ ഇരിക്കുമ്പോഴുള്ള വൈരസം ഒഴിവാക്കാൻ. ഓ, അപ്പോൾ എന്റെ സാന്നിധ്യം പോലും നിനക്കിപ്പോൾ ബോറാണെന്ന് അല്ലേ? എന്ന് ആ പദത്തിന് അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. വേണ്ട, നാം എന്തിനു തറയ്ക്കണം? പിന്നെ നാം അറിയാതെ നമ്മുടെ ആഭരണങ്ങൾ അഴിഞ്ഞു പോകുന്നു. നിന്റെ കഴുത്തിൽ ഞാൻ ചാർത്തിയ താലിയുടെ മുറുക്കം അയഞ്ഞു പോകുന്നു. ലൈറ്റ് അണക്കി കിടക്കാം. പിന്നീടൊക്കെ ഞാനും ശ്യാമും ഒന്നിക്കുന്ന വേളകളിലൊക്കെ വാക്കുകൾ കൂരമ്പുകളാകുകയായിരുന്നു. അവസാനമായി വഴക്കിട്ട ദിവസം. വിമലേ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നീയും ദേവനും തമ്മിലുള്ള ബന്ധത്തിന്റെ നിറമെന്താണ്? സൗഹൃദം. എന്റെ ഒരു നല്ല സുഹൃത്താണ് ദേവൻ. ഓൺലി എ ഗുഡ് ഫ്രണ്ട്? എന്റെ ഓഫീസിലെ ഒരു നല്ല സഹപ്രവർത്തനം കൂടിയാണ്. അത് ഞാൻ കുറെ കേട്ടതല്ലേ. എനിക്ക് ഈ ബന്ധത്തിന്റെ ശരിയായ മുഖമാണ് കാണേണ്ടത്. ഞാൻ ഏറെ ആരാധിക്കുന്ന ഒരു ചിത്രകാരൻ കൂടിയാണ് ദേവൻ. കാമുകൻ എന്ന വിശേഷണത്തിനാവില്ലേ കൂടുതൽ ചർച്ച? ശ്യാം, വാരാന്ത ലീവുകൾക്ക് ശേഷം ജോലിസ്ഥലത്തേക്ക് മടങ്ങുന്ന എന്നെ യാത്രയാക്കാൻ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന നീ എന്റെ വണ്ടി യാത്രയാവുന്ന പോലും അറിയാതെ അയാളോട് കുഞ്ചി ചിരിച്ചു നിൽക്കുന്നത് പലതവണ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ തോന്നൽ എന്ന് വേണമെങ്കിൽ സമ്മതിക്കാം. നിന്റെ കടൽക്കര സായനങ്ങൾ ചെലവഴിക്കാൻ ആ ചെറുപ്പക്കാരനും കൂടെ ഉണ്ടാവാറില്ലേ? ഉണ്ട്. അതുകൊണ്ട് അതിൽ വിമലയ്ക്കൊന്നും തോന്നിയില്ല? ഇല്ല. എനിക്ക് പലതും തോന്നുന്നുണ്ട്. അതെ, അത് മനസ്സ് ശുദ്ധമല്ലാത്തതുകൊണ്ടാ. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയണം? വിമലയെ ഇനി അയാളോടൊപ്പം കാണരുത്. എനിക്കത് ഇഷ്ടമല്ല. എന്ത്? മനസ്സിലായില്ല. അയാളോടൊപ്പം പാർക്കിലും റെസ്റ്റോറന്റിലും കറങ്ങുന്നത് എനിക്കിഷ്ടമല്ലെന്ന്. അയാളോടൊത്ത് പാർട്ടിക്കും പിക്നിക്കിനും പോകുന്നത് എനിക്കിഷ്ടമല്ലെന്ന്. അയാളോടൊത്ത് വാടക മുറി പങ്കിടുന്നത് എനിക്കിഷ്ടമല്ലെന്ന്. നിങ്ങളൊരു ഭർത്താവാണെന്ന് മറക്കുന്നു. നീ ഒരു ഭാര്യയാണെന്ന്. ഭാര്യയെ ഒരു ഉപകരണത്തിലുപരി ഒരു സ്ത്രീയായി കാണാൻ വിവേകം കാണിക്കുന്ന ഭർത്താവിനെയാണ് എനിക്കിഷ്ടം. മറ്റൊരു പുരുഷനെ മനസ്സിലിട്ട് താലോലിക്കാത്തൊരു ഭാര്യയാണ് എനിക്കിഷ്ടം. വിമലെ, ഇങ്ങനെ നമുക്കിനിയും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നില്ല. നമുക്ക് പിരിയാം. ശ്യാം, ഉറച്ചോ? കുറെ ദിവസമായിട്ട് ചിന്തിച്ചുറച്ചതാ. ഞാനിന്ന് വൈകുന്നേരം തന്നെ ജോലിസ്ഥലത്തേക്ക് മടങ്ങുന്നു. നാട്ടിലേക്ക് ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ എഴുതണ്ട. അന്ന് പിരിഞ്ഞതിൽ പിന്നെ എഴുതിയിട്ടില്ല. പിന്നീട് ഒരിക്കലും മടങ്ങി വന്നില്ല.
പക്ഷേ ശ്യാം കാണാത്ത സത്യത്തിന്റെ മുഖം എത്ര തെളിഞ്ഞതായിരുന്നു. വിമലേ, നീ എന്ത് വിഡ്ഢിത്തമാണ് ഈ കാണിച്ചത്? ദേവൻ, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? സഹിക്കാവുന്നതിലപ്പുറം പറഞ്ഞാൽ? ജീവിതത്തെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല. നിന്റെ കഴുത്തിൽ മിന്നു കിട്ടിയ പുരുഷനെയാണ് നീ പിണക്കി അയച്ചത്. ശ്യാമിന് വാശിയാണ്. കുറച്ചൊക്കെ എനിക്കും കാണില്ലേ? ലൈഫ് ഈസ് ടു ഷോർട്ട്. പ്രതികാരത്തിനും വാശിക്കുമായി സമയം കഴിയുമ്പോൾ ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളാണ് നഷ്ടമാവുന്നെന്ന് ഓർക്കണം. ശരിയാണ്. തികച്ചും തെറ്റായ നിമിഷത്തിൽ ഞാനെടുത്ത തീരുമാനം തീർത്തും തെറ്റായിപ്പോയി. ആ, ഞാൻ പറഞ്ഞ പുസ്തകം കൊണ്ടുവന്നു. ആ, പിക്കാസോയുടെ ബയോഗ്രഫി. ഞാൻ മറന്നുപോയി വിമലേ, നാളെ എത്തിക്കാം. മറക്കരുത്. ആ ദേവൻ, ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വിട്ടു. എന്തിന്? വരയുടെ വീക്കെൻഡ് എഡിഷനിലെ പുതിയ സൃഷ്ടി നന്നായിരിക്കുന്നു. ആട്ടെ, ഇന്ത്യൻ ചിത്രകല തളരുന്നു എന്ന വാദത്തോട് ദേവൻ എങ്ങനെ പ്രതികരിക്കുന്നത്? ദേവൻ എന്താ ചിന്തിക്കുന്നത്? ആ, ഒന്നുമില്ല. പിന്നെ വിമലേ, നീ ഇനി വരരുത്. നീ എന്റെ കൂടെ സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ വരരുതെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു പുരുഷന്റെ നിഴൽ വീഴുന്നത് ശരിയല്ല. ശ്യാം പ്രസാദ് എന്നെ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നീ വരരുത്. പിന്നീട് ദേവൻ വന്നില്ല. എന്നിൽ നിന്നും മനഃപൂർവ്വം ഒഴിയാൻ ശ്രമിക്കുകയായിരുന്നു. ഒടുവിൽ വരുമെന്നറിയിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ദേവന്റെ വാടകമുറിയിലെത്തിയത്. എന്നിട്ടും റൂം നമ്പർ 13. ദൗർഭാഗ്യത്തിന്റെ നമ്പർ. ദേവൻ. ഇളം കറുപ്പ് ബോർഡറുള്ള കടുത്ത കറുപ്പ് നിറത്തിൽ എഴുതിയ നെയിം പ്ലേറ്റ്. ദേവന്റെ താൽപര്യങ്ങളൊക്കെ വല്ലാതെ മാറിയതുപോലെ തോന്നുന്നു. അവസാനമായി ഞാൻ ഇറങ്ങുമ്പോൾ ദേവന്റെ ഈ മുറി മനോഹരമായിരുന്നു. ഇന്നെങ്ങനെയാണാവോ? കടന്നു നോക്കട്ടെ. ഹോ, ഫാന്റാസ്റ്റിക് ചേഞ്ച്. കറുത്ത കിടക്കവിരികൾ, കറുത്ത ജാലകഞ്ഞുറികൾ, കറുപ്പ് ചായമടിച്ച ചുമരുകൾ, കറുത്ത കവറുള്ള പുസ്തകങ്ങൾ. ദേവൻ, എന്തു പറ്റി നിനക്ക്? നിന്റെ ഈ മാറ്റം വിചിത്രവും ഭീകരവുമാണ്. ആശ്രയുണ്ടായിട്ടും സിഗരറ്റ് കുറ്റികളും തീപ്പെട്ടിക്കമ്പുകളും മുറിയിൽ ചിതറിക്കിടക്കുന്നു. നിന്റെ ഷോക്കേസും ശൂന്യമാണല്ലോ. ദേവൻ, ആ കൗതുക വസ്തുക്കളൊക്കെ എവിടെ പോയി? ഒന്നു മാത്രം അവശേഷിക്കുന്നു. ചൈനീസ് മിത്തിലെ 3 കുരങ്ങന്മാർ. കാണരുത്, പറയരുത്, കേൾക്കരുത്. വേണ്ട ദേവൻ, അത് ഷോക്കേസിൽ വെക്കണ്ട. മിണ്ടാതിരിക്കുന്നതും പറയാതിരിക്കുന്നതും എനിക്കിഷ്ടമല്ല. ദേവൻ അന്നത് വാങ്ങിയപ്പോൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എന്താണത്? ഷോക്കേസിൽ കീഴ്ക്കാൻ തൂക്കായി വെച്ചിരിക്കുന്നത്. ദേവന്റെ സെൽഫ് പോർട്രേറ്റ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും. ഈ മേശപ്പുറത്ത് എന്താണ് ഒരു കുറിപ്പ്? നോക്കട്ടെ. വിമലേ, മുറിയിലെ മാറ്റം നിന്നെ അത്ഭുതപ്പെടുത്തി കാണും. വലിയ മാറ്റം. അന്ന് നീല സിൽക്ക് നൂലിൽ ഞാൻ സ്വീറ്റ് ഡ്രീംസ് തുന്നിച്ചേർത്ത വെള്ള വിരികളുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ നേർത്ത പരിമളം മുറിയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഞാൻ 8 മണിക്ക് വന്നിരിക്കാം, വന്നില്ലെന്നും ഇരിക്കാം. വന്നില്ലെന്നും ഇരിക്കാം. വന്നില്ലെങ്കിൽ വിമല തിരിച്ചു പോകൂ. 8 മണിവരെ കാത്തിരിക്കുക. ബോറായി തുടങ്ങുമ്പോൾ മേശപ്പുറത്തുള്ള എന്റെ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യൂ. നിനക്ക് വേണ്ടി ഞാനതിൽ ഒരു ഇംഗ്ലീഷ് പാട്ട് പകർത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിഷ്ടമുണ്ടായിരുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ആവാം. നീ ഇഷ്ടപ്പെടാത്താണ് കേൾക്കുന്നെങ്കിൽ മേശവലിപ്പിൽ നിന്ന് പോയകാല വസന്തം എന്ന് രേഖപ്പെടുത്തിയ മറ്റൊരു കേസറ്റുണ്ട്. എന്താണാവോ ദേവൻ എനിക്ക് വേണ്ടി പകർത്തി വെച്ചത്? കേട്ടു നോക്കാം. ഗെറ്റ് ബാക്ക്. എനിക്കത് കേൾക്കണ്ട. ഞാൻ തിരിച്ചു പോവില്ല. ഐ വോണ്ട് ഗെറ്റ് ബാക്ക്. ഇപ്പോഴും അതേ പല്ലവി. തിരിച്ചു പോവാൻ എവിടേക്ക്?
എവിടേക്കാണ് ദേവൻ ഞാൻ പോകേണ്ടത്? ശ്യാമിന്റെ ജീവിതത്തിലേക്കോ? വയ്യ, ഐ വോണ്ട് ഗെറ്റ് ബാക്ക്. എന്നും നിനക്കിതേ പറയാനുള്ളൂ. സോറി സോറി. വെറും ഒരു പാട്ട് കേട്ട് ഞാൻ ഇത്ര വികാരം കൊള്ളേണ്ടിയിരുന്നില്ല. ടേപ്പിന്റെ മറുഭാഗത്ത് എന്താണെന്ന് നോക്കട്ടെ. നമുക്ക് തിരിച്ചു നടക്കാം. എവിടേക്ക്? പുറപ്പെട്ടിടത്തേക്ക്. പാതി വഴി നടന്നില്ല, ബാക്കിയുള്ളത് നടന്നു തീർക്കാം. എവിടെ എത്തും അറിയില്ല. അറിയാത്ത ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര വിട്ടിത്തമാണ്. എങ്കിലേ ഈ വിഡ്ഢിത്തമാണ് എനിക്കിഷ്ടം. ഞാൻ എപ്പോഴാണ് സ്നേഹശൂന്യനാവുന്നെന്ന് എനിക്കറിയില്ല. ഇപ്പോഴല്ലല്ലോ. അല്ല, അത് മതി. ദൈവത്തിന്റെ വെറുപ്പിനേക്കാൾ ജഗത്താന്റെ സ്നേഹമാണ് എനിക്ക് വലുത്. അതിന്റെ തുടർച്ചയാണോ ഞാനിപ്പോൾ കേട്ടത്? അടുത്ത ടേപ്പിൽ എന്താണാവോ, നോക്കട്ടെ. വേണ്ട. വേണം. വേണ്ട ദേവൻ. വേണം. ഓ നോട്ടി ബോയ്, ചീത്ത കുട്ടി. ഇനി പറ, ഹൃദയം പിടിച്ച് കയ്യിൽ വെച്ച് തന്ന ചെമ്പരത്തി പൂവാണെന്ന് പറയൂ. അങ്ങനെ തന്നെ പറയും. ദേവന്റെ ഹൃദയം ചെമ്പരത്തി. പറയടി, ദേവന്റെ ഹൃദയം സ്നേഹനിർഭരം. ദേവന്റെ ഹൃദയം സ്നേഹശൂന്യം. പറയടി, ദേവന്റെ ഹൃദയം സ്നേഹനിർഭരം. അയ്യോ അയ്യോ, എന്റെ ചെവി. ഇനി പറ. എന്റെ ചെവി വിടൂ, ഞാൻ പറയാം. അങ്ങനെ നേർക്ക. ദേവൻ സ്നേഹനിർഭരനാണ്. ആ ഹൃദയം നിറയെ ഞാനാണ്, ഞാൻ മാത്രമാണ്. ആ ഹൃദയം തുടിക്കുന്നത് പോലും എനിക്ക് വേണ്ടിയാണ്. നമ്മൾ എത്ര കാലം എങ്ങനെ ചിരിക്കും? മരിക്കുന്നത് വരെ. എന്നാൽ നമുക്ക് വേഗം മരിക്കാം. അതെന്തിനാ? ചിരിച്ചുകൊണ്ട് മരിക്കാൻ. ദേവൻ, യു ആർ ദി ഓൺലി ഗുഡ് തിങ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതിൽ ഏറ്റവും നല്ല കാര്യം ഈ ബന്ധമാണ്. എന്റെയും. ശരി, ഇന്ന് സ്വപ്നം കാണാൻ ഇത്രയും മതി. പോകാം. എങ്ങോട്ട്? പൊന്നുമോളക്കാത്ത് ഗേറ്റിൽ തന്നെ നിൽക്കുന്ന തന്തപ്പണിയെടുത്തേക്കോ, തിയേറ്ററിലേക്കോ, ബാറിലേക്കോ? ബാറിലേക്കോ? ഐസ്ക്രീം ബാറിലേക്കടി. വിവരമില്ലാത്തവളെ പോലെ. കഴിഞ്ഞോ അതോ ബാക്കി മറുപുറത്തോ? സംസാരിക്കുമ്പോൾ പലപ്പോഴും റെക്കോർഡർ ഓൺ ചെയ്ത് വെക്കുന്നത് ദേവന്റെ ഹോബിയായിരുന്നു. ദേവന്റെ ഇനിയുള്ള ജീവിതത്തിൽ വിമല ആരുമായിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പു തരണം. നീലിവേ, അതിന് വിമല ഇതുവരെ എന്റെ ആരുമായിരുന്നില്ല. ഇനിയും അങ്ങനെ തന്നെ തുടരും. പോരാ, എനിക്ക് ഉറപ്പു തരണം. ബിലീവ് മീ, വിമല എന്റെ ആരുമായിരുന്നില്ല. ഇത് ഇത് അപ്പോൾ പ്രോമിസ്? പ്രോമിസ്. വിവാഹത്തിന്റെ ആദ്യ രാത്രി തന്നെ ഭർത്താവിനെ കൊണ്ട് നീ ഇങ്ങനെ ആണിയിരിക്കണോ നീലിമ? വേണം. എന്റെ ഭർത്താവ് എന്റേതു മാത്രമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ വേറൊരു പെൺകുട്ടിയുടെ നിഴൽ പോലും വീഴുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അപ്പോൾ ദേവൻ എന്നിൽ നിന്ന് അകറ്റിയത് നീയായിരുന്നു? ഞാൻ ഇനി ഒരിക്കലും വിമലയെ കാണില്ല. ഇല്ല, എനിക്കിത് കേൾക്കണ്ട, എനിക്കിത് കേൾക്കണ്ട. ഐ വിൽ സ്റ്റോപ്പ് ദിസ്. ഒടുവിൽ നേരിൽ കണ്ടതന്നാണ് എനിക്ക് ദുഃഖം പകർന്ന ദേവന്റെ സന്തോഷ വാർത്ത അറിയിച്ച നാൾ. വിമലേ, ഒരു സന്തോഷ വാർത്ത. കേൾക്കട്ടെ. ഞാൻ കാത്തിരുന്നത് കിട്ടി. ട്രാൻസ്ഫർ. എങ്ങോട്ട്? നാട്ടിലേക്ക്. അപ്പോ വർണ്ണങ്ങളെയും വരകളെയും കുറിച്ച് സംസാരിക്കാൻ എനിക്കിനി ആരാ? എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല കുട്ടി. എന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും കൂടി ചെലവഴിക്കാൻ കിട്ടുന്ന നിമിഷങ്ങൾ എനിക്കിനി നഷ്ടമായി കൂടാ. ഇത് ദേവന് നേരത്തെ പറയായിരുന്നില്ലേ? എന്ത്? വിവാഹിതനാണെന്ന്. ദേവൻ എന്ന ചിത്രകാരന്റെ ആരാധിക മാത്രമല്ലേ നീ? അങ്ങനെ ആകാവൂ?
അതിൽ കൂടുതലൊന്നും ആവാൻ എനിക്കും കഴിയില്ല. ആ പിന്നെ ഒരു കാര്യം, ഉപദേശമാണെന്ന് ധരിക്കരുത്. നീ ശ്യാമിന്റെ അടുത്ത് ചെല്ലണം. ശ്യാം നിന്നെ സ്വീകരിക്കാതിരിക്കില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായില്ലേ. ഒരു തിരിച്ചുപോക്ക് ഇനി അസാധ്യമാണ്. നീ പോകണം വിമലെ. നിനക്ക് വാശിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നല്ലേ നല്ലത്. നീ പോകണം. നീ ഇതുവരെ എന്നോട് കാണിച്ച സ്നേഹം അഭിനയമല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ അധികാരത്തിൽ പറയട്ടെ, നീ തിരിച്ചു പോണം. എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടിയാൽ പരിചയം ഒരു പുഞ്ചിരിയിൽ ഒതുക്കാവുന്നതിലേറെ നാം തമ്മിൽ അടുത്തിരിക്കുന്നു. അതിൽ കൂടുതൽ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. ആ നാളത്തെ മോർണിംഗ് ട്രെയിനിന് എനിക്ക് വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് ഞാൻ യാത്രയാവുകയാണ്. ഗുഡ് ബൈ. ഈ അസ്തമയം കൂടി കഴിഞ്ഞോട്ടെ ദേവൻ. പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. നാളത്തേക്കുള്ള കുറെ ഒരുക്കങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എങ്കിൽ പോയിക്കോളൂ. ബൈ. ആ ഗേറ്റ് തുറന്നു. ആംബുലൻസ് അങ്ങോട്ടാണോ പോയിരിക്കുക? അറിയില്ല. നിങ്ങൾക്ക് വീടറിയില്ല? ഇല്ല. ഈ റോഡ് എവിടെയാണ് അവസാനിക്കുക? ആ കടത്തിരുത്ത്. ശരി, അങ്ങോട്ട് പോയിക്കോളൂ. ആ നിങ്ങൾ പോയിക്കോളൂ. ഈ സന്ധ്യയ്ക്ക് ഈ വിജനമായ തീരത്ത്? സാരമില്ല. ജീവിതത്തിലെ താളപ്പിഴകളുടെ തുടക്കം ഈ തീരത്തു നിന്നായിരുന്നു. ഇരുട്ട് പരന്നു തുടങ്ങി. ദൂരക്കടലിൽ അകന്നുപോകുന്ന കപ്പലിലെ ചുവപ്പ് വെളിച്ചം. ചുവപ്പുമാഞ്ഞ ആകാശത്ത് ഒരു കറുത്ത മേഘക്കീറ്. അടിച്ചു വരുന്ന തിരമാലയിൽ കാൽക്കീഴിലെ തീരം അലിയുന്നു. തിരകൾ, എത്രയെത്ര തിരകൾ, വലിയ വലിയ തിരകൾ, തിരകൾ, വീണ്ടും തിരകൾ, തിരകൾ, വലിയ വലിയ തിരകൾ. ഒടുവിൽ ഒരു തീരം നാടകം സമാപിക്കുന്നു. രചന സംവിധാനം ഖാൻ കാവിൽ. പങ്കെടുത്തവരും കഥാപാത്രങ്ങളും: പുഷ്പ വിമല, KR ഇന്ദിര നീലിമ, വി ചന്ദ്രബാബു ദേവൻ, KV പ്രഭാകരൻ ഡ്രൈവർ, ഖാൻ കാവിൽ ശ്യാം.